بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رضي الله عنه تابعه عثمان المؤذن قال حدثنا عرف عن محمد عن أبي هريرة عن النبي صلى الله عليه وسلم نحوه. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ബാബു ഇത്തിബാഉൽ ജനായിസി മിനൽ ഈമാൻ എന്ന ബാബിൽ മഞ്ജൂഫിയെ തൊട്ടാണ് ഇമാം ബുഖാരിയുടെ ഉസ്താദായി പറഞ്ഞത്. അവരുടെ ഉസ്താദാണ് റൗഹ് എന്നവർ, അവരുടെ ഉസ്താദാണ് അഴ്ഫ്. പിന്നെ ആ ഔഫിൻ്റെ ആ സനദിൽ, ഇന്നലെ പുതിയ സനദിൽ ഹസൻ ബസരിയുമുണ്ട്, മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹുമാ, അവർ രണ്ടാളും കൂടിയാണ് അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു. അങ്ങനെ നമ്മൾ സനദ് വായിച്ചത്. എന്നാൽ ഇമാം ബുഖാരി ഇവിടെ ഉദ്ദേശിക്കുന്നത് താബഅ റൗഹ് എന്നവർ, മഞ്ജൂഫിയുടെ ഉസ്താദായ റൗഹ്, ആ റൗഹ് എന്നവരോട് താബഅഹു, റൗഹിനോട് മഫ്ഊലിൻ്റെ ദമീർ റൗഹിലേക്ക്, റൗഹ് എന്നവരോട് താബിയായിരിക്കുന്നു ഉസ്മാനുൽ മുഅദ്ദിനോ, ഉസ്മാനുൽ മുഅദ്ദിൻ എന്നവർ ഔഫിനെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ. അപ്പം എന്തായി, ഔഫ് എന്നവർക്ക് റൗഹ് എന്നവർ ശിഷ്യനുള്ള മാതിരി തന്നെ ഔഫിൻ്റെ മറ്റൊരു ശിഷ്യനാണ് ഉസ്മാനുൽ മുഅദ്ദിൻ. ആ ഉസ്മാനുൽ മുഅദ്ദിൻ എന്നവർ ഔഫ് എന്നവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തു. പറഞ്ഞ പ്രയോഗം ഹദ്ദസനാ ഔഫുൻ. ഔഫ് എന്നവർ അൻ മുഹമ്മദിൻ, അവർ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്, അൻ അബീ ഹുറൈറത്ത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്വഹു. റൗഹ് എന്നവർ ഔഫ് എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൻ്റെ നഹ്വിനെ ഉസ്മാനുൽ മുഅദ്ദിൻ ഔഫ് എന്നവരെ തൊട്ട് റിവായത്ത് ചെയ്തിരിക്കുന്നു, നഹ്വിനെ റിവായത്ത് ചെയ്തിരിക്കുന്നു. നഹ്വഹു മഫ്ഊലായിട്ടാണ് വായിക്കേണ്ടത്. ഇവിടെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഒരു മുത്താബഅത്തിനെ ഇവിടെ പറഞ്ഞത് എന്തിന്? നമ്മുടെ ശുറാഹ് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് റൗഹ് എന്നവരുടെ സനദിൽ ഹസൻ ബസരിയും മുഹമ്മദ് ബിൻ സീരീനും റളിയല്ലാഹു അൻഹുമാ രണ്ടാളുമുണ്ട്. അതിൽപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ എന്നവർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് കേട്ടു എന്നത് ഉറപ്പുള്ളതാണ്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ ബസറയിലേക്ക് പോയതാണ്. പിന്നീട് കൂടുതൽ സ്വഹാബികളെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലുള്ളവരെ കാണാൻ ചാൻസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറയെ കണ്ടിട്ടില്ല എന്നൊരു പറച്ചിലുണ്ട്. ഒരു വിഭാഗം അങ്ങനെ പറയലുണ്ട്. അപ്പം ആ പറയലിനെ പരിഗണിച്ചും കൊണ്ട് ഈ സനദിൽ ഹസനേക്കാളും പ്രബലമാക്കേണ്ടത് മുഹമ്മദ് എന്നവരുടെ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്താണ് എന്ന് വരുത്താനാണ് എന്ന്. അതാണ് ഫത്തുൽ ബാരി പോലെയുള്ള, ഫത്തുൽ ബാരി ഐനി പോലെയുള്ള ശുറഹ എല്ലാം പറയുന്നത്. അതിൻ്റെ കസ്തല്ലാനി നക്കൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അനിൽ ഹസനി വ മുഹമ്മദിൻ കിലാഹുമാ അൻ അബീ ഹുറൈറത്ത എന്നാണ് അവിടെ വായിക്കുക. അപ്പോൾ ഹസൻ ബസരിയും മുഹമ്മദ് ബിൻ സീരീനും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ടാണ് ഈ വായത്ത് ചെയ്യുന്നത് എന്ന് പറയുമ്പം ആ മുഅൻഅനത്ത്, ഇമാം ബുഖാരിയുടെ മുഅൻഅനത്ത് സ്വഹീഹായ സനദാവുമ്പോഴും സമാ ഉണ്ടെങ്കിലേ ഉപയോഗിക്കുള്ളൂ. അല്ലാതെ കാലം ഒരു കാലക്കാരൻ മുഹമ്മദ് ബിൻ സീരീൻ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു കാലക്കാരായതുകൊണ്ട് ഉപയോഗിച്ചാൽ ആ സമാ ഉറപ്പാവൂല. സമാ ഉറപ്പാവണമെങ്കിൽ കേക്ക് തന്നെ വേണം, രണ്ടാൾ ഒരുമിച്ച് കൂടി ഉറപ്പാവണം എന്ന കടുംപിടുത്തക്കാരനാണ് ഇമാം ബുഖാരി. ആ കടുംപിടുത്തുള്ള ഇമാം ബുഖാരി അനിൽ ഹസനി വ മുഹമ്മദിൻ കിലാഹുമാ അൻ അബീ ഹുറൈറ എന്ന് പറയുമ്പോൾ ഹസൻ ബസരി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കേട്ടു എന്നത് ഉറപ്പാണ് തന്നെയാണ്.
അതിൽ യാതൊരു സംശയം ഇമാം ബുഖാരിക്കില്ല. ഇല്ലെങ്കിൽ ഈ അനനത്തോടെ കൊണ്ടുവരൂല. കാരണം മാത്രമല്ല ഹസൻ ബസറിയല്ലേ ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും അതൊരു ന്യായമായി തോന്നുന്നില്ല. ഹസൻ ബസരി അബൂ ഹുറൈറ കേട്ടിട്ടില്ല എന്നുള്ളത് മഹാന്മാരായ പലരും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ ഹദീസിലല്ല, മറ്റൊരു ഹദീസിൽ സമീഅതു അബൂ ഹുറൈറ എന്ന് തന്നെ പറയുന്നുണ്ട്. അബൂ ഹുറൈറ ഞാൻ കേട്ടു എന്ന് ഹസൻ ബസരി പറഞ്ഞ ഹദീസുകളുണ്ട്. അത് സ്വഹീഹ് ഹദീസുകളാണ്. അപ്പം ഇവിടെ ഈ മുത്താബഅത്തിനെ കൊണ്ടുവരുന്നത് അതിനല്ല. പിന്നെ എന്തിനാ? പ്രധാന ലക്ഷ്യം എന്താ? ഈ ഉസ്മാനുൽ മുഅദ്ദിൻ എന്ന് പറയുന്ന മഹാൻ, അത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദന്മാരിൽപ്പെട്ട ഒരാളാണ്. കിബാറായ നല്ല പ്രായമുള്ള ഉസ്താദന്മാരിൽപ്പെട്ടതാണ്. കാരണം ഉസ്മാനുൽ മുഅദ്ദിൻ്റെ ജനനം 120-ലാണ്. അവരുടെ വഫാത്തുള്ളത് 220 ആണ്. 220 ചില്ലാൻ. അപ്പം 100 ചില്ലാനും വയസ്സ് ജീവിച്ചവരാണ് ഉസ്മാനുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. അവർ ബസറയിലെ പള്ളിയിലെ മുഅദ്ദിനായിരുന്നു ജുമുഅത്തുള്ളിയിലെ. അതുകൊണ്ടാണ് ഉസ്മാനുൽ മുഅദ്ദിൻ എന്ന് പറയുന്നത്. ഒരു ചീത്തപ്പേരും നല്ല മുഅദ്ദിൻ പറഞ്ഞത്. വലിയ വലിയ മഹാന്മാർ ചെയ്ത പണിയാണത്. അവരുടെ നേതാവാണ് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ലോകത്ത് ഏറ്റവും സ്ഥാനമാനമുള്ള അന്നത്തെ കാലത്തെ അസ്ഹാബത്തിൻ്റെ കൂട്ടത്തിൽ വെച്ച് അക്താബിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. അവരെ അതേ പണി ചെയ്തിരുന്ന ഒരാളാണ് ഇമാം ബുഖാരിയുടെ പ്രധാനപ്പെട്ട ഉസ്താദന്മാരിൽപ്പെട്ട ഉസ്മാനുൽ മുഅദ്ദിൻ എന്ന് പറയുന്ന മഹാനവറുകൾക്ക് ധാരാളം ഉസ്താദന്മാരുണ്ട്. ഈ റിവായത്തിൽ പറയുന്ന ഔഫുണ്ട്, ഇബ്നു ജുറൈജ് ഉണ്ട്, അതുപോലെ ധാരാളം ആളുകളുണ്ട്. അവർ ശിഷ്യന്മാരായിട്ട് ഇമാം ബുഖാരി ഉണ്ട്, ഇമാം നസായി ഉണ്ട്, അതുപോലെയുള്ള ധാരാളം ആളുകളുമുണ്ട്. അപ്പം ഉസ്മാനുൽ മുഅദ്ദിനെ ഇമാം ബുഖാരി കേൾക്കുന്നത് ബുഖാരി ഇമാമിൻ്റെ 16 വയസ്സിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ ബുഖാരി ഇമാം പഠിക്കാൻ തുടങ്ങുമ്പോഴാണ്. അന്ന് ഇമാം ബുഖാരി അവരുമായി പഠിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർക്ക് ഏകദേശം 100 വയസ്സോളം ആയിട്ടുണ്ട്. 100 വയസ്സിൻ്റെ 95 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ബുഖാരി ഇമാമിൻ്റെ ചരിത്രവും ഹദീസ് പഠിക്കാൻ പോകുന്ന ചരിത്രങ്ങളെ നോക്കുമ്പം അവർ ഇമാം ബുഖാരിയുടെ അടുക്കലേക്ക് പോകുമ്പോൾ ഇമാം ബുഖാരിക്ക് 15-14 വയസ്സുള്ള സമയത്താണ്. അവർക്ക് ഏകദേശം 100ഓളം വയസ്സുള്ള സമയത്തുമാണ്. ആ 100ഓളം വയസ്സുള്ള സമയത്ത് ഉസ്മാനുൽ മുഅദ്ദിനിക്ക് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഓർമ്മശക്തി കുറഞ്ഞിരുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. അത് നിഷേധിക്കാനാണ് ഇമാം ബുഖാരിയുടെ കൊണ്ടുവരുന്നത്. ഉസ്മാൻ മുഅദ്ദിനിക്ക് അവരുടെ അവസാന കാലത്ത് ഞാൻ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു കുറവില്ല. നോക്കി നിങ്ങൾ ഹദീസാനത് എന്നാ ഹദീസ് നോക്കി. കാരണം ഹദീസിൽ എന്താ ഉള്ളത്? ഔഫ് എന്നവരുടെ ശിഷ്യനായ റൗഹ് എന്നവർ റിവായത്ത് ചെയ്ത ഹദീസ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഇത്തബഅ ജനാസത മുസ്ലിമിൻ ഈമാനൻ വഹ്തിസാബാ വകാന മഅഹു ഹത്താ യുസല്ല അലൈഹാ വയുഫ്റാ മിൻ ദഫനിഹാ ഫഇന്നഹു യർജു മിനൽ അജ്രി ബിഖിറാതൈനി കുല്ലു ഖിറാത്തിൻ മിസ്ലു ഉഹ്ദിൻ വമൻ സല്ല അലൈഹാ സുമ്മ റജഅ ഖബ്ല അൻ തുദ്ഫന ഫഇന്നഹു യർജു ബിഖിറാത്ത്. ഇതിൻ്റെ നഹ്വ് ചെറിയ ആ ലഫ്ള് വ്യത്യാസങ്ങൾ ചെറിയതുണ്ട്. അത് മുഹദ്ദിസുകളുടെ ഇസ്തിലാഹാണ്. ഒരേ ഹദീസുകൾ ഒരേ രണ്ടാളുകൾ ലഫ്ള് വ്യത്യാസമില്ലാതെ പറഞ്ഞാൽ മിസ്ലഹു എന്ന് പറയും. ചെറിയ ലഫ്ള് വ്യത്യാസം ഉണ്ടായാലാണ് നഹ്വു എന്ന് പറയും. ആശയത്തിനൊക്കെ വ്യത്യാസമില്ലാതെ. ഇവിടെ ആശയത്തിനൊക്കെ വ്യത്യാസമില്ല, ചെറിയ ലഫ്ള് വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പം ആ ചെറിയ ലഫ്ള് വ്യത്യാസങ്ങൾ പരിഗണിച്ചും കൊണ്ടാണ് മഹാനായ ബുഖാരി റളിയല്ലാഹു അൻഹു കൂടെ പഠിപ്പിച്ചു തരികയാണ്. ഉസ്മാനുൽ മുഅദ്ദിൻ അവരുടെ അവസാന കാലത്ത് ഞാൻ അവരുടെ അടുത്ത് പോയി ഹദീസ് പഠിക്കുമ്പോൾ അവരുടെ ഹദീസ് എനിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് ഈ ഹദീസിൽ ആദ്യത്തെ ഹദീസിൽ സനദിലുണ്ടായിരുന്നത്, എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സനദിലുണ്ടായിരുന്നത് 5 ആളുകളാണ്. എണ്ണിയാൽ കിട്ടുമല്ലോ. അഹ്മദ് ബിൻ അബ്ദുല്ലാൽ മൻജൂഫി, റൗഹ്, ഔഫ്, ഹസൻ ബസരിയും മുഹമ്മദ് ബിൻ സീരീനും അബൂ ഹുറൈറ 5 ആളാണ്. അങ്ങനെ ഖുമാസിയാണ് ആ സനദ്. എന്നാൽ ഈ ഹദീസ് എനിക്ക് റുബായിയായി ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഉസ്താദായ ഉസ്മാനുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ചോദ്യം വരും, സനദിൻ്റെ ഉലുവുള്ള റുബായിയായ സനദല്ലേ ഖുമാസിനേക്കാൾ മുന്തിക്കിടുന്നത് ആദ്യം പറയണ്ടേ? അതിന് മറുപടി എന്താ? ഒന്ന്, ആദ്യത്തെ സനദിൽ ഔഫ് എന്നവരുടെ ശിഷ്യനായിട്ട് വരുന്നത് റൗഹാണ്. ആ റൗഹാണ് ഔഫ് എന്നവരുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പേരുള്ള ആള്. ഔഫിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പേരുള്ള ആള് റൗഹാണ് ഉസ്മാനേക്കാൾ. അതുകൊണ്ട് അത് മുന്തിച്ചു. അത് ഖുമാസിയാണ്, അത് പരിഗണിച്ചില്ല. ഹദീസ് സഹീഹ് ആയാൽ പോരെ, സനദിലുള്ള മഹാന്മാരെല്ലാവരും വലിയവരായാൽ പോരെ. അതുകൊണ്ടാണ് റൗഹ് എന്നവരാണ് ഔഫിൻ്റെ ഹദീസിൽ അസ്ബത്ത്, ഉസ്മാൻ എന്നവർ മോശമെന്നല്ല. അതുകൊണ്ടാണ് ഉസ്മാൻ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് പിന്നീട് പറഞ്ഞത്. അവർക്ക് യാതൊരു കുറവുമില്ല, അവരുടെ ഹദീസിനിക്ക് യാതൊരു ഭംഗവുമില്ല. അസ്ബത്തായ റൗഹ് റിപ്പോർട്ട് ചെയ്ത അതേമാതിരി തന്നെയാണ് ഉസ്മാനുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവും ഔഫിനെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഇവിടുത്തെ ചർച്ച. ബാബു ഖൗഫിൽ മൂമിനി മിന്നൻ യഹ്ബത അമലുഹു വഹുവ ലാ യശ്ഉറു. വഖാല ഇബ്രാഹിമു തൈമിയ്യു മാ അറൽതു ഖൗലി അലാ അമലി ഇല്ലാ ഖശീതു അൻ അകൂന മുകദ്ദബാ, അല്ലെങ്കിൽ ഇല്ലാ ഖശീതു അൻ അകൂന മുകദ്ദിബാ. വഖാല ഇബ്നു അബി മുലൈക്കത അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി മാ മിൻഹും അഹദുൻ യഖൂലു ഇന്നഹു അലാ ഈമാനി ജിബ്രീല വ മികായീൽ. വയുദ്കറു അനിൽ ഹസനി മാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ വലാ അമിനഹു ഇല്ലാ മുനാഫിഖുൻ. വമാ യുഹ്ദറു, അല്ലെങ്കിൽ യുഹദ്ദറു മിനൽ ഇസ്റാരി അലൻ നിഫാഖി വൽ ഇസ്യാനി മിൻ ഗൈരി തൗബ ലിഖൗലില്ലാഹി തആല വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈമാൻ്റെ ഭാഗമാണ്, ഈമാൻ്റെ കിതാബിലാണ് ചർച്ച ചെയ്യുന്നത്. തൊട്ട് മുമ്പത്തെ ബാബിൽ മനുഷ്യൻ്റെ അവസാനം ഈമാനോട് കൂടെ മരിച്ച മുസ്ലിമിനെ ഈമാനോട് കൂടെ അവൻ്റെ ജനാസയിൽ പങ്കെടുക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് വിശ്വസിച്ചും കൊണ്ടും അതോടുകൂടെ വളരെ ആത്മാർത്ഥതയോടുകൂടി മിഹ്സാബ അള്ളാഹുവിനെ കാണും പോലെ ചെയ്തുകൊണ്ട് തുടർന്നാൽ അവനക്ക് വലിയ അജ്റുണ്ട് എന്ന് പറഞ്ഞപ്പം ഇമാം ബുഖാരി പറയാണ്, അജ്ർ പറഞ്ഞത് ഖീറാത്തുള്ള ഉഹുദ് അത്രല്ലേ. അത് പറഞ്ഞവൻ പറയാണ്, എന്തെങ്കിലും വലിയ വലിയ അമലുകൾ വാഗ്ദാനം ചെയ്യപ്പെട്ട അമലുകൾ ചെയ്തു, കൂലി വാഗ്ദാനം ചെയ്യപ്പെട്ട അമലുകൾ ചെയ്തു, അതുകൊണ്ട് നിർഭയമായി നിൽക്കരുത്. ചെയ്ത അമലുകൾക്ക് അതിനിക്ക് കൂലി ചെയ്യുന്ന സമയത്ത് ഈമാനോട് കൂടെയും ഇഹ്തിസാബൻ നിൽക്ക് ചെയ്താൽ പോലും പിന്നീട് അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഏത് സമയത്തുമുണ്ട്. വളരെ ശ്രദ്ധിക്കണം എന്നുണർത്തുകയാണ്. എനിക്ക് ഉഹുദ് മലിൻ്റെ അത്രയുള്ള കൂലി കിട്ടിയിട്ടില്ലേ? ലൈലത്തുൽ ഖദ്റിൽ റമളാനിൽ മുഴുവനും രാവും പകലും എല്ലാ റമളാനും ഒരു റമളാനിൽ അവൻ പൂർണ്ണമായി പരിഗണിച്ച് ഈ ഭാഗത്തെടുത്തു. അപ്പോൾ അവർക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടിയെന്ന് അവനക്ക് ഉറപ്പുണ്ട്. എന്നാൽ പിന്നെ 1000 മാസത്തിനേക്കാൾ ഖൈറായ അമലെനിക്ക് കിട്ടിയില്ലേ, ഈ ബന്ധിനാകുമ്പോൾ ഞാൻ ചെയ്തില്ലെങ്കിൽ എന്താ എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു അമലുകൾ ചെയ്തതിൻ്റെ പേരിൽ പിന്നീട് അത് നഷ്ടപ്പെട്ടു പോവലിനേക്കുള്ള എന്തെങ്കിലും തെറ്റുകൾ അവൻ്റെ വക്കൽ നിന്ന് വന്നു പോവലിനെയും കൂലി നഷ്ടപ്പെടുന്ന അമലുകൾ വരുന്നു പോവലിനെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈമാൻ വരെ നീങ്ങിപ്പോവാം, ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ന് വരുത്താൻ വേണ്ടിയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബ് ഇടുന്നത്. വളരെ തഹ്ഖീഖുള്ള ബാബുകളാണ്. ചിന്തിച്ചാൽ ഇമാം ബുഖാരിയുടെ ബാബുകൾ ഓരോന്നും പരസ്പരം മാലമണികളെപ്പോലെ ഒത്തിണങ്ങിയതാണ്. ചിന്തിക്കേണ്ടതുണ്ട്. ഇമാമിങ്ങൾ ശാരിയങ്ങൾ പലരും അത് വിശദീകരിച്ചിട്ടുമുണ്ട്. നമ്മൾ മുമ്പ് തർക്കിൽ ഓതിയൊരു ബെയ്ത്തുണ്ടല്ലോ,
എന്താ ബൈത്ത്? أحيا فحول العلم حل رموز ما أبداه في الأبواب من أسراري. അതെപ്പോഴും മനസ്സിൽ വേണത് ആ ബൈത്ത്. അതാണ് ഇമാം ബുഖാരി പറയുന്നത് ബാബു ഖൗഫിൽ മൂമിനി, മൂമിൻ ഭയപ്പെടണം എന്ന് സ്വീകരിക്കുന്ന ബാബാണ്. എന്തിനെ തൊട്ട് ഭയപ്പെടുക? മിന്നൈ യഹ്ബത അമലുഹു, അവൻ്റെ അമല് പൊളിഞ്ഞു പോവലിനെ തൊട്ട് ഭയപ്പെടണം എന്ന് ബയാൻ ചെയ്യുന്ന ബാബാണ്. എങ്ങനെ പൊളിഞ്ഞു പോവൽ? വഹുവ ആ മൂമിൻ ലാ യശുറു, അവനിക്ക് ശുഊർ ബോധം തന്നെ ഉണ്ടാവില്ല. ചില തെറ്റുകൾ ചെയ്താൽ അവർക്ക് തിരും, ഇന്ന തെറ്റ് ഞാൻ ചെയ്തത് കൊണ്ടിട്ടാണ് എൻ്റെ അമല് പോയത്, ഇന്ന അമൽ പോണ അമ്മണിയാണ് ഞാൻ ചെയ്തതെന്നുള്ള പലപ്പോഴും ബോധ്യപ്പെടുന്നുണ്ടാവും. എന്നാൽ അങ്ങനെ അറിയാതെ തന്നെ അമൽ നഷ്ടപ്പെട്ടു പോകുന്ന, കൂലി നഷ്ടപ്പെട്ടു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അമൽ തന്നെ ബാത്തിലാകും. അങ്ങനെയുള്ള അമലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു പോവലിനെ തൊട്ട് മുമ്പിൽ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് ബയാൻ ചെയ്യുന്ന ബാബാണ്. വഖാല ഇബ്രാഹിമു തൈമിയോ, താബീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ് ഇബ്രാഹിമു തൈമി. വായിലാണവർ, വളരെ അറിയപ്പെട്ടവരാണ്. ഇബ്രാഹിമു ബിനു സെയ്ദ് ബിൻ ശരീക്ക് അത്തൈമിയോ, അവരാണവർ. കൂഫിയാണവർ. അബു അസ്മാ എന്നാണ് അവരെ വിളിക്കുന്ന പേര്. അവരെ ഹജ്ജാജ് വധിച്ചു എന്നും അതല്ല ജയിലിൽ വെച്ച് മരിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ഇബ്രാഹിമു തൈമി വഫാത്താകുമ്പം അവർക്ക് 40 വയസ്സ് തികയില്ല. ഹിജറ 92 കൊല്ലപ്പെട്ടതെന്ന് അഭിപ്രായമുണ്ട്, അതല്ല 95 അഭിപ്രായമുണ്ട്. എന്തായാലും വഫാത്താകുമ്പോൾ 40 വയസ്സ് തികയാത്ത നല്ല ബാല്യക്കാരനാണ്. അവരെ ഹജ്ജാജ് ജയിലിലിടാനുള്ള കാരണം, ഹജ്ജാജിൻ്റെ ചാരന്മാർ, ഹജ്ജാജ് പറഞ്ഞു ഇബ്രാഹിമുൻ നഖി, മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഒരു ചരിത്രം, ഇബ്രാഹിമുൻ നഖീനെ പിടിക്കണം, ജയിലിലടക്കണമെന്ന് ഹജ്ജാജ് ഓർഡർ ചെയ്തു. അങ്ങനെ ഇബ്രാഹിമിനെയും അന്വേഷിച്ചുകൊണ്ട് അവർ വന്നപ്പം ആരോ കാണിച്ചു കൊടുത്തതിന് ഇബ്രാഹിമിനെ ചോദിച്ചപ്പം വായിലായ പ്രാസംഗികനായ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഇബ്രാഹിം ആര് എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിമു തൈമിയെയാണ് കാണിച്ചു കൊടുത്തത്. അങ്ങനെ ഇബ്രാഹിമു തൈമിൻ്റെ അടുക്ക് വന്നിട്ട് ചോദിച്ചു, എവിടെയാണ് ഇബ്രാഹിം, ആരാണ് ഇബ്രാഹിം? ഞാൻ പറഞ്ഞു ഞാനാണ് ഇബ്രാഹിം. അങ്ങനെ ഇബ്രാഹിം എന്ന തൈമിയെ അവർ പിടിച്ചു കൊണ്ടുപോയി. അങ്ങനെ ജയിലിലടച്ചു. ആ വന്നാൾ പറഞ്ഞിട്ടുണ്ട് ലൈസ ഇയ്യാക, അല്ല പലരും പറഞ്ഞു നിങ്ങളെ ഉദ്ദേശമല്ല ഇവർ വന്നിട്ടുള്ളത്, ഇബ്രാഹിമുൻ നഖീനെയാണ്, നിങ്ങൾ ഇബ്രാഹിമു തൈമിയല്ലേ, അവർ ഉദ്ദേശിച്ച ആൾ നിങ്ങളല്ല. ലൈസ ഇയ്യാക അറാദ, ഹജ്ജാജ് ഉദ്ദേശിച്ച ഇബ്രാഹിം നിങ്ങളല്ല, അതുകൊണ്ട് നിഷേധിച്ച ആൾ ഞാനല്ല എന്ന് പറഞ്ഞാളി, ഞാൻ ഇബ്രാഹിമു നഖിയ അല്ല, ഞാൻ ഇബ്രാഹിമു തൈമിയ എന്ന് പറഞ്ഞാളി എന്ന് പറഞ്ഞു. അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. എന്താ മറുപടി? ഫഖാല അക്റഹു അൻ അദ്ഫഅ അൻ നഫ്സി വഅകൂന സബബൻ ലിഹബ്സി റജുലിൻ മുസ്ലിമിൻ ബരീഇൻ. വല്ലാത്ത മറുപടിയാ. ഞാൻ വെറുക്കുന്നു എൻ്റെ നഫ്സിനെ തൊട്ട് കുറ്റത്തെ, ജയിലിനെ ഞാൻ തടുക്കുക, അത് കാരണമായിട്ട് എന്നേക്കാളും വലിയതായ വലിയൊരു മഹാനെ ജയിലടക്കുക, അത് ഞാൻ വെറുക്കുന്നു. ഇബ്രാഹിമുൻ നഖീനെ ജയിലിടുന്നേക്കാളും ജയിലിടേണ്ടത് ഞാൻ തന്നെയാണ്. ഞാൻ ഇബ്രാഹിമാന്ന് പറഞ്ഞിട്ട് ജയിലിടണമെങ്കിൽ എന്നെ തന്നെയാണ് ഇടേണ്ടത്. ഞാൻ എന്നെക്കാളും വലിയവരാണ്. ഞാനാണ്ട് ഒഴിഞ്ഞാൽ പിന്നെ ഇബ്രാഹിം നഖീനെ പിടിച്ചുകൊണ്ടുപോകില്ലേ, അതെനിക്ക് വെറുപ്പാട്. അങ്ങനെയാണ് ജയിലിൽ കൊണ്ടുപോയിട്ടത്. എന്താണ് ഹജ്ജാജിൻ്റെ ജയില്? ചൂട് കാലത്ത് ചൂടിനെ തൊട്ട് തടുക്കാൻ മേപ്പറില്ല, തണുപ്പ് കാലത്ത് തണുപ്പ് തടുക്കാൻ അതിനിക്ക് ഒരു വസ്ത്രങ്ങളും കൊടുക്കൂല. എല്ലാവർക്കും അവരത്ത് മറക്കാനുള്ള ഒരു തുണി മാത്രമേ കൊടുക്കുള്ളൂ. ചുറ്റും വലിയ സെൻട്രൽ ജയിൽ പോലെയുള്ള ചുറ്റുമതിൽ മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ഒരു സൗകര്യങ്ങളുമില്ല. മാത്രവുമല്ല സ്വാതന്ത്ര്യം തടയാൻ വേണ്ടി ഓരോരുത്തരെയും 2 ആളെ കൂട്ടിക്കെട്ടലുമാണ് പതിവ്. എപ്പോഴും 2 ആളെ കൂട്ടിക്കെട്ടിയിട്ടുണ്ടാവും.
ഇങ്ങനെയുള്ള ജയിലിൽ വെച്ച് ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ് കൊണ്ട് മഹാനവർകൾ വല്ലാതെ ക്ഷീണിച്ചു. കണ്ടാൽ തിരിയാത്ത അവസ്ഥയായി. ഒരു ദിവസം ഇബ്രാഹിം തൈമിനെ കാണാൻ വേണ്ടി ഉമ്മ വന്നു. ഉമ്മ വന്നപ്പോൾ കാണിച്ചു കൊടുത്തവർ ഇതിൻ്റെ മകനല്ല എന്ന് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച എൻ്റെ മകൻ ഇതല്ല, ഇത് വേറെ ഏതോ ജയിൽ പുള്ളിയാണ്. അങ്ങനെ ഇബ്രാഹിം തൈമിക്ക് മനസ്സിലായത് ഉമ്മയാണ്. അവർ സംസാരിച്ചപ്പം സംസാരം കേട്ടിട്ടാണ് ഉമ്മക്ക് മനസ്സിലായത് തന്നെയാണ് ഇബ്രാഹിം തൈമി. അങ്ങനെ അവർ ജയിലിൽ വെച്ച് വഫാത്തായപ്പോൾ അന്ന് രാത്രി ഹജ്ജാജ് സ്വപ്നം കാണുകയാണ്. സ്വാലിഹീങ്ങളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ വഫാത്തായിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ടെന്ന്. അങ്ങനെ ഇബ്രാഹിം തൈമി അങ്ങനെ ആളുകളോട് അന്വേഷിച്ചു. നേരം പോലത്തെ അന്വേഷിച്ചു ആരും മരിച്ചിട്ടുണ്ടോ? പറഞ്ഞു, ഇന്ന് നമ്മുടെ മുഹദ്ദിസായ വായിലായ ഫഖീഹായ മഹാനായ ഇബ്രാഹിം തൈമി ജയിലിൽ വെച്ച് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹജ്ജാജ് പറഞ്ഞു, ഞാൻ പേക്കിനാവ് കണ്ടതാണ്. അങ്ങനെ ഇബ്രാഹിം തൈമി അവിടെ നിന്നിട്ട് നിങ്ങൾ കുപ്പത്തൊട്ടി കൊണ്ടുപോയിടി എന്ന് കൽപ്പന ചെയ്തു. ദുഷ്ടനാണല്ലോ ഹജ്ജാജ്. ഇവരെ പറ്റി പറയുമ്പോഴെല്ലാം നമുക്ക് വെറുപ്പാണ് വരിക. അല്ലാഹ്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു പറയുന്നു, മാ അറൽതു ഖൗലി അലാ അമലി മാ അറൽതു ഖൗലി അലാ അമലി ഇല്ലാ ഖശീതു അൻ അകൂന മുകദ്ദബാ. മാ അറൽതു ഖൗലി അലാ അമലി, എൻ്റെ അമലുകളുടെ മേലിൽ എൻ്റെ കൗലിനെ ഞാൻ തട്ടിച്ചു നോക്കിയിട്ടില്ല. ഇല്ലാ ഖശീതു, ഞാൻ ഭയപ്പെട്ടിട്ടല്ലാതെ അന്നകൂന, ഞാനാവലിനെ മുകദ്ദബ, കളവാക്കപ്പെടുന്നവനാവലിനെ. അതാണ് ഒരു വാരം മുകദ്ദബ. എന്താണ് കളവാക്കപ്പെടുക? എൻ്റെ വാക്ക് വല്ലാത്ത വയലനാണ് ഞാൻ. എൻ്റെ വയല് കേട്ടാൽ സദസ്സുള്ളവർ പൊട്ടിക്കറിയും. ചില ആളുകൾക്ക് ബോധം കെടും. ചില ആളുകൾ അതോടുകൂടെ പിന്നെ അവർ നന്നാകും. അങ്ങനെയുള്ള വാചാരതയുള്ള വയലുള്ള ഞാൻ ചെയ്യുന്ന എൻ്റെ സ്വന്തം അമലുകൾ എൻ്റെ കൗലുമായി യോജിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെയാണോ എൻ്റെ അമല് എന്നത് ഞാൻ അത് രണ്ടും കൂടി ഒന്ന് തട്ടിച്ച് നോക്കാൻ വേണ്ടി ജനങ്ങളെ വിളിച്ചു നോക്കി. എന്നിട്ട് എൻ്റെ വാക്ക് അവരെ കേൾപ്പിച്ചു, എൻ്റെ അമലും അവരെ കേൾപ്പിച്ചാൽ കേട്ടവർ പറയും, നീ കള്ളനാണ്. അപ്പം എന്നെ കള്ളനാക്കപ്പെടും. നീ ചെയ്യുന്ന മാതിരി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയപ്പെടുന്നവനാവും നീ എന്നുള്ള ഭയം എനിക്കുണ്ടാവലുണ്ട്. ഇതാണ് ഒരു മാന. വേറൊരു മാന, എൻ്റെ കൗലും അമലും കൂടി തട്ടിച്ച് നോക്കിയാൽ ഞാൻ ഭയപ്പെട്ടിട്ടല്ലാതെ ഇല്ല അന്നകൂന, ഞാനാവലിനെ മുകദ്ദിബൻ, ഞാൻ കളവാക്കുന്നവനല്ലാതെ എൻ്റെ വാക്കിന് ഞാൻ കളവാക്കുന്നവനാകും. ഞാൻ വെറുതെ പറഞ്ഞതാണ്, അത് പറഞ്ഞോക്കെ, എൻ്റെ ഉള്ളിൽ തട്ടി പറഞ്ഞതല്ല. അതൊക്കെ ഞാൻ ആളെ കാണുമ്പം അങ്ങനെയാണ് പറയണതാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എന്ന് എൻ്റെ വാക്കിനെ ഞാൻ കളവാക്കും, എൻ്റെ അമലിനെയും ഞാൻ കളവ് അറിയുന്നവനാക്കും. മുകദ്ദിബൻ, കളവിലേക്ക് ചേർക്കും എൻ്റെ അമലിനെ, കളവിലേക്ക് ചേർക്കും എൻ്റെ കൗലിനെ. രണ്ടും നമ്മൾ ബന്ധമില്ലാത്തതാണ്. അതാ മഹാനവറുകൾ പറയുന്നത്. ഒരിക്കലും ഞാൻ അത് ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അത്രയും വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എനിക്ക് പറയാൻ കഴിയൂല. കാരണം യഥാർത്ഥത്തിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്ന വാക്കുകളെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിയലില്ല. വഖാല ഇബ്നു അബീ മുലൈക, ബഹുമാനപ്പെട്ട ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു അബീ മുലൈക അബ്ദുല്ലാഹി ഇബ്നു ഉബൈദില്ലാ എന്നുള്ളതാണ് അവരുടെ പേര്. അബ്ദുല്ല എന്നവരുടെ പേരും ബാപ്പാൻ്റെ പേര് ഉബൈദുല്ലാ എന്നുമാണ്. ബിളമ്മിൽ മീ മുലൈക സുഹൈർ ഇബ്നു അബ്ദില്ലാ, അബ്ദുല്ലാഹി ഇബ്നു ഉബൈദില്ലാ വല്യാപ്പ അബൂ മുലൈക, ബാപ്പാനെ വിളിക്കുന്ന പേരാണ് അബൂ മുലൈക. അംർ ഇബ്നു കഅബ് ഇബ്നു തൈം ഇബ്നു മുറത്ത് അൽ ഖുറശി അത്തൈമിയു അൽ മക്കിയു അൽ അഹ്വലു കാന ഖാദിയൻ ഇബ്നു സുബൈർ വ മുഅദ്ദിന. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഖലീഫയായ കാലത്ത് അവർ ഖാദിയുമായിരുന്നു, പള്ളിയിലെ മുഅദ്ദിനുമായിരുന്നു. ഉത്തുഫിക അലാ ജലാലത്തിഹി, അവർ വലിയ ആളാണ് എന്നുള്ളതിൻ്റെ മേലിൽ ഇത്തിഫാഖുണ്ട്, അഭിപ്രായ വ്യത്യാസമില്ല. അവർ ധാരാളം സഹാബികളെ കേട്ടിട്ടുണ്ട്. അബാദിലത്തുൽ അർബഅ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്,
അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ലാസി, ഇവരെല്ലാവരും കേട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹ അവരെ കേട്ടിട്ടുണ്ട്. ഉമ്മു സലമ ബീവിയെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ, ഉഖ്ബത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ളവരൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ വഫാത്തുള്ളത് 127 ധാരാളം ആളുകൾ അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ പറയട്ടെ. അപ്പോൾ സഹാബികളിൽ നിന്ന് വലിയ ആളുകൾ അലി ബിൻ അബീ ത്വാലിബിനെ കണ്ടിട്ടുണ്ട് അവർ, പക്ഷേ അലി ബിൻ ത്വാലിബിനോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ധാരാളം വലിയ വലിയ സ്വഹാബികളെ കണ്ട ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്റക്തു സലാസീന മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബിമാരിൽ നിന്ന് ഞാൻ എത്തിച്ചിട്ടുണ്ട് 30 ആളുകളെ. ഞാൻ കണ്ടിട്ടുണ്ട് 30 സ്വഹാബികളെ, അവരെ കൂടെ ഞാൻ സഹവസിച്ചിട്ടുണ്ട്. കുല്ലുഹും, ഞാൻ എത്തിച്ച ഈ 30 ആളും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ കൂട്ടത്തിലുണ്ട്. അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ലാസി, അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ ഉമർ ബിൻ ഖത്താബ്, അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, ഇങ്ങനെയുള്ളവരെല്ലാം അതിലുണ്ട്. ഇങ്ങനെ 30 സ്വഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഭയപ്പെടുന്നു അന്നിഫാഖ് അലാ നഫ്സിഹി, അവിടെ നഫ്സിൻ്റെ മേലിൽ നിഫാഖിനെ ഭയപ്പെടുന്നു. മാ മിൻഹും അഹദുൻ, അവരിൽപ്പെട്ട ഒരാളുമില്ല യഖൂലു പറയുന്നതായിട്ട്, ഇന്നഹു അലാ ഈമാൻ ജിബ്രീല വ മീകായിൽ, ഇന്നഹു അവർ അലാ ഈമാൻ ജിബ്രീല വ മീകായില, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെയും മീകായിൽ അലൈഹിസ്സലാമിൻ്റെയും ഈമാൻ പോലുള്ള ഈമാനുള്ളവരാണെന്ന് പറഞ്ഞില്ല. ജിബ്രീലും മീകായിലും എന്താ, യാതൊരു തെറ്റും ചെയ്യാത്ത മഅസൂമികളാണ് അവർ. അവർക്കൊരു കാര്യത്തെയും ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ ഒരു മഅസൂമാണ് ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണ്, എൻ്റെ ഈമാൻ നീങ്ങിപ്പോകുമെന്നുള്ള ഒരു ഭയവും എനിക്കില്ല എന്ന് പറയുന്ന ഒരാളെ പോലും ഞാൻ കണ്ടില്ല. 30 സ്വഹാബികളെ പരിശോധിച്ചിട്ട് കൂടെ നിന്നിട്ട് എല്ലാവരും ഭയപ്പെടും. എന്തിനെപ്പെടും? നിഫാക്ക് വന്നു പോവോ, നിഫാക്ക് വന്നു പോയി അവസാനം അമൽ നഷ്ടപ്പെട്ടു പോവേണ്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വരുമോ, മരിക്കുമ്പോൾ ഈമാൻ കിട്ടാതെ മരിക്കുമോ എന്ന് ഭയപ്പെടുന്നവരാണ് എല്ലാവരും. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു കാണുമ്പോഴൊക്കെ ചോദിച്ചും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് മുനാഫിഖീങ്ങളെ പേര് പറഞ്ഞു തന്നതല്ലേ, അക്കൂട്ടത്തിൽ ഞാനുണ്ടോ? ഹുദൈഫ പറഞ്ഞു, ലസ്ത മിൻഹും, നിങ്ങളായി പെട്ടവരല്ല എന്ന് പറയും. എന്നാലും പിന്നെയും ചോദിക്കും, പേടിയാണ് അവർക്ക്, ചെയ്തു പോയ അമൽ നഷ്ടപ്പെട്ടു പോകുമോ. അത് മുഅ്മിന് വേണ്ട കാര്യവുമാണ്. അതാ ഇമാം ബുഖാരി ബാബ് പറഞ്ഞത്, ബാബു ഖൗഫിൽ മുഅ്മിനി മിൻ അൻ യഹ്ബത അമലുഹു വ ലാ യശ്ഉറു. മുഅ്മിന് ആ പേടി വേണം. പഠിച്ചോനെ, ഇന്നത്തെ കാലത്തൊക്കെ ചിന്തിച്ചു നോക്കിയാൽ എന്തെങ്കിലും ഒരു മഹലിലെ കാളിയോ അല്ലെങ്കിൽ കാളിയോ ആവണ്ട, ഒന്നും ആവണ്ട, ഒരു നീളം കുപ്പായ, അതിൻ്റെ മുകളിലൊരു കോട്ടും, അതിൻ്റെ മുകളിൽ ഒരു പച്ച ഒല്ലും ഒരു വലിയ തലകെട്ടും കെട്ടാൻ കഴിഞ്ഞാൽ കുറച്ച് താടിയും കൂടി ഉണ്ടായി പറഞ്ഞിട്ട് അയാളെ ബുദ്ധി അയാൾ തന്നെയാണ് ഏറ്റവും വലിയ ആള്. ഈമാൻ കിട്ടിയേ മരിച്ചുള്ളൂ. എന്നിട്ട് കബറ് സ്ഥലം വാങ്ങി കബറ് കെട്ടിവെച്ച് എന്നിട്ട് അവിടെ പോയിക്കാണ്ട് കബറടക്കണം, എന്നിട്ട് അതിൻ്റെ മുകളിൽ കുബ്ബുണ്ടാക്കണം, എന്നിട്ട് സിയാർത്ത് ചെയ്യണം, ഇനി പണിക്ക് ചെയ്യണം എന്ന് അറിയാണ്ട് മരിച്ച. വല്ലാത്തൊരു കാലം, വല്ലാത്ത കാലമാണ്. മുമ്പ് സുലൈമാൻ അഹ്മസിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പറഞ്ഞിട്ട് അവർ പറഞ്ഞത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ശിഷ്യനോട് വിളിച്ച് പറയാണ്, എൻ്റെ ജനാസ, എൻ്റെ ജഡത്തെ സംസ്കരിക്കാനുള്ള കഴിവ് എനിക്കെന്നെ അള്ളാഹു നൽകുകയാണെങ്കിൽ ഞാനത് കക്കൂസിൻ്റെ ടാങ്ക് തുറന്നിട്ട് അതിലാണ് ഞാൻ എന്നെ കൊണ്ടുപോയിടുക. അള്ളാഹുവിൻ്റെ അടുത്ത് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ ആരും അറിയിക്കണ്ട, ഒരു വലിയ വലിയ ആൾക്കാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയിക്കണം, ഒരു പണി കൊടുക്കണ്ട, എന്നെ നീ സ്വന്തമായി കബറടക്കന്മാരെ അറിയിക്കണ്ട. കാരണം എൻ്റെ മരണം എങ്ങനെയാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഇതാണ് സഹാബത്തിൻ്റെ ചരിത്രം. ഇമാം ബുഖാരി അതിനായിട്ട് ബാബിട്ടിക്കാണ് സ്വന്തം തസ്കിയത്ത്, ഞാൻ വലിയ ആളാണ്, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ ഞാൻ വലിയ ആളായിട്ട് എന്നെ മരിക്കുള്ളൂ എന്ന ചിന്താഗതി വാക്കിലോ പ്രവൃത്തിയിലോ വന്നാൽ അത് മുനാഫിക്കിൻ്റെ അടയാളമാണ്. അടുത്ത വിഷയം അതാണ്.
അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബീ മുലൈക്ക റളിയല്ലാഹു അൻഹു പറയുന്നത്. താബിയും ജലീലാണ്. അദ്റക്തു സലാസീന മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി മാ മിൻഹും അഹദുൻ യഖൂലു ഇന്നഹു അലാ ഈമാൻ ജിബ്രീല വ മീകായിൽ.